നിമിഷം മാതാവിൻ ചാരി ചൊല്ലുന്നു ജപമാല മണികൾ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയായി. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. ചേർന്നെന്ത് നല്ല എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എല്ലാവരും ചേർന്ന് ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചൊല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. വിമല സംഗീത ശുശ്രൂഷയുടെ 3-ാം ഘട്ടത്തിൻ്റെ 3-ാം ദിനത്തിൽ നാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നാം സമർപ്പിക്കുന്ന നിയോഗങ്ങൾ തീർച്ചയായും ഈശോയുടെ പക്കലേക്ക് അമ്മ ചേർത്ത് വയ്ക്കും. നാം ചൊല്ലുന്ന പ്രാർത്ഥനകൾ അമ്മ വഴിയായി ഈശോയുടെ പക്കലേക്ക് ചെല്ലും. ഈശോയെ, അമ്മയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്ന നിരവധിയായ പ്രാർത്ഥന നിയോഗങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ടാകുവാൻ, പ്രത്യേകിച്ച് ഞങ്ങൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ജപമാല പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, അതോരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോൾ അവചനങ്ങളുടെ വലിയ നിറവ് അഭിഷേകം, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ സംരക്ഷണം, ജപമാലയിൽ മുദ്രിതമായിരിക്കുന്ന കുരിശിൻ്റെ സംരക്ഷണം, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുവാനായി ഈശോയെ, നീ എപ്പോഴും ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നമ്മുടെ ഇന്നിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ജീവിതോദ്യമ മേഖലകളെയും പ്രത്യേകിച്ച് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ സാന്നിധ്യം ജപമാല പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുവാൻ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഭക്തിയോടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കുകയുമരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല സംഗീത ശുശ്രൂഷ 22-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലവനായ ദൈവത്തിന് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, അനേകർക്ക് അഭിഷേകമായി നന്മയായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതം, ഈശോയെ ഈ കൃപകളിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ വലിയൊരു ദൈവാനുഭവത്തിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വഴി നടത്തൽ. പരിശുദ്ധ അമ്മ നമ്മളെ നോക്കുകയെ നമ്മളെ എത്തിക്കുന്നത് ഈ ത്രിത്വത്തിലേക്കാണ്. പിതാവായ ദൈവത്തിലേക്ക് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യത്തിലൂടെ നമ്മളെ എത്തിക്കുന്നത്
ത്രിത്വത്തിലേക്ക്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഏറ്റവും കൃപയിൽ, അഭിഷേകത്തിൽ ഈ ദിവസങ്ങളിൽ മുന്നേറാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വചനഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കുകയും അരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. വലിയൊരു അഭിഷേകത്തിൻ്റെ വചനമാണ്. മാതാപിതാക്കൾ നൽകിയ ഉപദേശങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നേറുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ ഉപദേശങ്ങളുടെ ഉള്ളടക്കം എന്താ? നീ പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഉപദേശത്തോട് ചേർത്ത് വെച്ച കാര്യമാ എങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, മക്കളെ കൊന്തയില്ലി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, കൊന്ത ചെല്ലാതെ ഉറങ്ങിയേക്കല്ല്, ജോമാല ചെല്ലാതെ കിടന്നേക്കല്ല്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഇങ്ങനെയൊരു ഉപദേശമാണ് നൽകിയത്. അതിൻ്റെ കാരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത്, നമ്മളും ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. പണ്ടൊക്കെ വിശുദ്ധ കുർബാന മലയാളം ഭാഷയിലേക്ക് മാറുന്നതിന് മുൻപ് സുറിയാനി ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പള്ളിയിൽ പോയിട്ട് ഭാഷയുടെ വ്യത്യാസമുള്ളത് കൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞത് മനസ്സിൽ ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയിൽ പോലും ദൈവകൃപയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുവാൻ പാകത്തിന് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. അപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമുക്കെല്ലാവർക്കും ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പനും അമ്മയും മക്കൾക്ക് നൽകുന്ന ഉപദേശമാണ്, മക്കളെല്ലാ ദിവസവും പ്രാർത്ഥിച്ചേക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചേക്കണം. ഞാൻ പട്ടം കിട്ടിയ ആദ്യ വർഷം ഒരു ഇടവകയിൽ കൊച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. എൻ്റെ അടുത്ത് വിവാഹത്തിനൊരുക്കമായി നമസ്കാരം ചൊല്ലി കേൾപ്പിക്കാനായിട്ട് വരുന്നവരോട് ഞാൻ പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമസ്കാരം ചൊല്ലി കേൾപ്പിക്കാൻ വരുമ്പോൾ ജപമാല ചൊല്ലാൻ ഞാൻ ചോദിക്കും. ജപമാല പഠിച്ചേക്കണം. കാരണം ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാകേണ്ടത് ജപമാലയാണ്. ഞാൻ ആരംഭ ദിനങ്ങളിലെ ക്ലാസ്സുകളിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു മക്കളോട് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ. അത് പറയുന്നതിൻ്റെ സാരാംശം ഇത് തന്നെയാണ്, ജപമാല പ്രാർത്ഥന ഈശോയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. ജപമാലയുടെ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ, ഈശോയുടെ ജീവിതത്തിലൂടെ, ജനന മരണത്തിലൂടെ, ഈശോയുടെ പരസ്യ ജീവിതത്തിലൂടെ, ഈശോ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ 33 വർഷം ഈ ലോകത്തിൽ ദൈവപുത്രനായി അവതരിച്ച് കടന്നുപോയ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു അനുസ്മരണമാണ്. ജീവിത രഹസ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ജപമാല എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന ഈശോയുടെ ജീവിതത്തിലൂടെയുള്ളൊരു യാത്രയാണ്. ആരംഭം മുതൽ ഈശോ പെസഹാ തിരുനാളിൽ അർപ്പിച്ച വിശുദ്ധ ബലിയുടെ ഓർമ്മയിലൂടെ ഈശോയുടെ ജനനത്തെക്കുറിച്ചും പരസ്യ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന കുദാശയാണ് വിശുദ്ധ കുർബാനയെങ്കിൽ, ആ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ ഒരുക്കുന്ന ഏറ്റവും വലിയൊരു ആത്മീയ ശുശ്രൂഷ ജപമാല എന്നത്. ജപമാലയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് ഇതാ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ ധ്യാനിച്ചു പോകുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതൻ നൽകിയ ദൈവീക വെളിപ്പെടുത്തല. ദൈവത്തിൻ്റെ സ്വരം ഗബ്രിയേൽ മാലാഖയിലൂടെ നൽകിയതിനെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ എളിമയുടെ പ്രവൃത്തിയെക്കുറിച്ച്, ഈശോയുടെ ജനനത്തെക്കുറിച്ച്, തുറന്നുള്ള എല്ലാ രഹസ്യങ്ങളിലൂടെയും നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും നമ്മൾ എടുത്ത് ധ്യാനിക്കുകയാണ് ഓരോ ജപമാലയിലൂടെ. അപ്പൊ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതത്തിലെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് നമ്മളെ ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളെ കുറിച്ച് ഓരോ ദിവസവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന
വലിയൊരു അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥന, വലിയൊരു കൃപ നിറഞ്ഞ പ്രാർത്ഥനയാണ്. അതിനാൽ തന്നെ വിശുദ്ധ പാദ്രി പിയോ ഇങ്ങനെ പറയുന്നത്, ജപമാല ഏറ്റവും നല്ലൊരു പടച്ചട്ടയാണ്. പടച്ചട്ട എന്ന് പറയുന്നത് ഒരു സംരക്ഷണ കവചമാണ്. ഒരു പടയാളി പടച്ചട്ട അണിയുന്നത് ശത്രു സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനാണെങ്കിൽ, ജപമാല എന്ന പടച്ചട്ട നമ്മുടെ ജീവിതത്തിൽ നാം അണിയുന്നത് തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നുള്ള സംരക്ഷണമായിട്ടാണ്. കാരണം ജപമാലയിൽ ഓരോ നന്മ നിറഞ്ഞ മറിയം, പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥന നാം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കണം, ദൈവത്തിൻ്റെ വചനങ്ങളാണ് നാം അതിലൂടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഓരോ നന്മ നിറഞ്ഞ മറിയത്തിലും ദൈവവചനം, നമുക്കതൊന്ന് എടുത്തു നോക്കാം. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവവചനങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നമ്മൾ ആദ്യം പ്രാർത്ഥനയുടെ ഒന്നാമത്തെ സെന്റൻസ് അതല്ലേ? ലൂക്കാസ് സുവിശേഷം 1-28-ാം തിരുവചനമാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. നമ്മൾ പറയുന്ന ഒന്നാമത്തെ വചനം. വീണ്ടും ലൂക്കാസ് സുവിശേഷം 1-42, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത. കർത്താവിൻ്റെ വചനമാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ആവർത്തിക്കുന്നത്, തമ്പുരാന്റെ വചനമാണ്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1-43-ാം തിരുവചനം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം. എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഇതാ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ വചനമാണിത്. വീണ്ടും ഇതാ നമ്മൾ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഉൾച്ചേരുന്ന ഒരു വചനഭാഗം ഇതാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന ആ ഒരു ഭാഗം ഇതാ ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവിൻ. വീഴ്ചകളും കുറവുകളും പോരായ്മകളും ബലഹീനതയുമുള്ള പാപിയായ എനിക്ക് വേണ്ടി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം ഏറ്റുപറയുക. പ്രിയമുള്ളവരെ ഓർക്കണം, ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, ജപമാല എന്ന പ്രാർത്ഥനയ്ക്ക് ഇത്രത്തോളം അഭിഷേകമുണ്ടെങ്കിൽ, ഇത്രത്തോളം ചൈതന്യമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു അഭിഷേകമാണത്. കാരണം ദൈവവചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമായ ദൈവത്തെ, ദൈവമായ വചനത്തെ നാം ഇതാ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ജപമാലയിലൂടെയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ ഇതാ ഈ 4ഓളം വചനങ്ങൾ നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം, ദൈവത്തിൻ്റെ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം പറഞ്ഞ വചനം നമ്മളൊന്ന് ഓർത്തു നോക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന ഉപദേശമാണ്. ഇതാ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പൻ്റെ ഉപദേശമാണത്, അമ്മയുടെ ഉപദേശമാണ്. എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നോക്കിയേ, ഈ വചനത്തിൻ്റെ അഭിഷേകം അത് ഓർത്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവർ പറഞ്ഞതിൽ ഉൾച്ചേർന്നിരിക്കുന്നത് വചനമാണിത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചു കൊള്ളണം, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. അപ്പനും അമ്മയും നൽകിയ ഉപദേശം അത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നൊരു ഉപദേശം. ആ ജപമാല നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കുന്നു. നോക്കിയേ, ഈ ജപമാല ഒരു ആയുധമാണ്, അതൊരു സംരക്ഷണ കവചമാണ്, അതൊരു പടച്ചട്ടയാണ്. നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, നീ ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. കാരണം ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് വലിയ കരുത്താണ്, വലിയ നിറമാണ്, അഭിഷേകമാണ്. ഇതാ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പ്രകാരം പറയുന്നു, ദിനംപ്രതി ജപമാല ചൊല്ലി സമർപ്പിക്കുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. അതല്ലേ, നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, നീ ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു അഭിഷേകമായിട്ട് മാറും, അനുഭവമായിട്ട് മാറും.
അനുഗ്രഹമായിട്ട് മാറും. വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ പതിവുകൾ ഏതെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ജപമാല ഉപേക്ഷിക്കുകയില്ല. എൻ്റെ പതിവുകൾ ഏതെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ മാറ്റിവെച്ചാലും ജപമാല ഉപേക്ഷിക്കുകയില്ല. കാരണം എൻ്റെ പ്രവർത്തനം അതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ച് നമുക്കറിയാം, യുവജനങ്ങളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ദൂതുമായി കടന്നു ചെന്നവൻ. അവരായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവരെ സ്നേഹിച്ച് ഈശോയിലേക്ക് അവരെ ചേർത്ത് നയിച്ചവൻ. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ എന്നും യാചിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഒരു വിശുദ്ധൻ പറയുകയാണ്, എൻ്റെ എല്ലാ പതിവുകളും ഞാൻ മാറ്റിവെച്ചാലും ജപമാല ചൊല്ലുന്ന പതിവ് ഒരിക്കലും ഞാൻ മാറ്റിവെക്കുകയില്ല. പ്രിയമുള്ളവർ നോക്കിക്കേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആത്മീയ അനുഭവമാണ് ജപമാലയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, പൂർവികരൊക്കെ നമുക്ക് ഈ ഒരു ഉപദേശം നൽകുവാനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. ജപമാല നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു കരുത്താണ്, ശക്തിയാണ്. നമ്മളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ, വീട്ടിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുഞ്ഞുനാൾ കുടുംബങ്ങളെ ആ സ്നേഹത്തിൽ, ഐക്യത്തിൽ, നന്മയിലൊക്കെ മുന്നോട്ട് നയിക്കുവാൻ ഈ ഒരു പ്രാർത്ഥനയ്ക്ക്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്, വലിയ അഭിഷേകമുണ്ട്. വീട്ടിലൊക്കെ ഓർക്കുന്നുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരാണ് ലീഡ് ചെയ്യേണ്ടത്. മക്കൾ ഓരോരുത്തരുമാണ് ലീഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ രഹസ്യം ചിലപ്പോൾ 1, 2 മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, 3, 4 ഇരിക്കാം. 5-ാമത്തെ രഹസ്യം ലുത്തിനിയൊക്കെ മുട്ടുകുത്തി. നോക്കിയേ, കുടുംബം ഒന്നിച്ച് ഈ ഒരു പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ്, അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു വരും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കുടുംബത്തിലുണ്ടാകുമ്പോൾ ദൈവകൃപയിലേക്ക് അത് നയിക്കും. ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞുനാളിൽ വീട്ടിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഞാൻ +1 പഠിക്കുന്ന സമയം, എൻ്റെ ചേട്ടൻ സെമിനാരിയിലാണ്. വീട്ടിൽ ചേച്ചിയും ഞാനും പപ്പയും അമ്മയുമാണുള്ളത്. വീട്ടിലെ കുരിശുവര അമ്മയുടെ പതിവ് രീതിയിലുള്ള കുരിശുവരയുണ്ട്. ഒത്തിരി സമയമെടുക്കും, ചുരുങ്ങിയത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിലേക്കൊക്കെ നീളും. അത് ആഘോഷകരമാണെങ്കിൽ പറയേണ്ടതില്ല. അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനകൾ അതിന്നും ഉണ്ട് കേട്ടോ. ഇന്നും വീട്ടിൽ ചെന്ന അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അവരുടെ പഴയ മലയാള ഭാഷയിലുള്ള ചില പ്രാർത്ഥനകൾ ഞങ്ങളിങ്ങനെ കൂടെ ഇരുന്ന് കൊടുക്കും അമ്മ പ്രാർത്ഥിക്കുന്ന നേരത്ത്. ഇപ്പം വീട്ടിൽ കൊന്തയൊക്കെ ചെല്ലേണ്ടത് ഞങ്ങൾ വായിക്കാൻ പഠിച്ച നാളുകൾ തൊട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ചൊല്ലണം. കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരിക്കലും ഞാൻ +1 പഠിക്കുന്ന സമയം, ഇന്ന് വീട്ടിൽ പപ്പ എന്തോ ആവശ്യത്തിന് രാവിലെ വീട്ടിൽ നിന്നും പോയിരിക്കുകയാണ് അല്പം ദൂരത്തേക്ക്. അപ്പം വീട്ടിൽ വൈകുന്നേരം പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് നാളെ പരീക്ഷയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, അതിപ്പോഴാണോ നീ അറിയണത്? നമ്മൾ പരീക്ഷയുടെ തലേദിവസമൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ, നിങ്ങളൊക്കെ മിടുക്കരെന്നല്ല, എല്ലാ ദിവസവും അന്നൊന്ന് പഠിക്കുന്ന പിള്ളേർ അന്നു തന്നെ പഠിച്ചോട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അച്ഛൻ പറയണ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാ പരീക്ഷയുടെ തലേദിവസമാണ്, എനിക്കൊന്നും അറിയത്തില്ലാത്ത വിഷയങ്ങളാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഒന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ നാളെ ഇന്ന വിഷയം പരീക്ഷയുണ്ട്, ഞാൻ പഠിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. കുരിശുവരയുടെ സമയത്ത് അമ്മയും ചേച്ചിയും കുരിശു വരയ്ക്കുമ്പോൾ ഞാൻ മുറിയൊന്ന് മാറി അപ്പുറത്തിരുന്ന് പഠിക്കും. അപ്പോൾ ഒരു 3/4 മണിക്കൂർ എനിക്ക് സമയം കിട്ടും. അപ്പോൾ അമ്മ യാതൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല. അപ്പം അമ്മയോട് ഞാൻ അവസാനം പറഞ്ഞു, അമ്മയുടെ കൊച്ചു നാളത്തെ പരീക്ഷയ്ക്ക് ജയിക്കണോ തോക്കണോ? അമ്മ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഉത്തരം പറയാനായിട്ട് എന്നാലോചിച്ച് നിൽക്കുമ്പോൾ മൗനം സമ്മതമായി എടുത്ത് ഞാൻ പോയിരുന്ന് പഠിച്ചു. ചേച്ചിയും അമ്മയും കൂടെ കുരിശു വരച്ചു. അപ്പനെത്തിയിട്ടില്ല. ഇപ്പോൾ കുരിശുവര കഴിഞ്ഞു. തുടർന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ വിളിച്ചു. തീർച്ചയായും പോകും. ഭക്ഷണം കഴിച്ചു. പ്രിയമുള്ളവരെ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിച്ചു. ഒരു 10-11 മണി വരെ ഇരുന്ന് പഠിച്ചു. മെല്ലെ കിടക്കാനായിട്ട് പോയി. ഞാൻ കിടക്കാനായിട്ട് പോയി കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഒരു 11 മണി കഴിഞ്ഞ് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പപ്പ വന്നു. അമ്മ വാതിൽ തുറന്നു കൊടുത്തു. പപ്പ ചോദിച്ചു, മക്കൾ കിടന്നു, ഭക്ഷണം കഴിച്ചു, കുരിശു വരച്ചു. അമ്മ ഈ മറുപടി പറയണത് ഞാൻ കൃത്യമായിട്ട് കേട്ടു. എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് വലിയ സന്തോഷം. എൻ്റെ അമ്മ നല്ല അമ്മ, സ്നേഹമുള്ള അമ്മ, എന്നെ സേവ് ചെയ്തു. ഞാൻ കുരിശു വരച്ചില്ല എന്ന് അപ്പനോട് പറഞ്ഞിട്ടില്ല. അമ്മയെക്കുറിച്ചുള്ള മധുര സ്മരണകൾ ഇങ്ങനെ മനസ്സിൽ അയവിറക്കണ നേരത്ത് അപ്പൻ ഉടുപ്പ് മാറാനായിട്ട് റൂമിലേക്ക് കയറി. അമ്മ പുറകെ ചെന്ന് അപ്പനോട് പറയണത് ഞാൻ കേട്ടത്, നമ്മുടെ ഇളയ മകനെ ഇന്ന് കുരിശു വരയ്ക്കാൻ കൂടിയില്ല.
ഒരാവശ്യവുമില്ല അമ്മയ്ക്ക്. മൂത്തത് വരച്ച ഇളയത് വരച്ചൊന്നും അപ്പൻ ചോദിച്ചില്ല. അപ്പനൊന്ന് അമുക്കി മൂളി. അപ്പൻ്റെ വിളി കാത്ത് ഞാൻ നിൽക്കുകയാണ്. വിളിച്ചില്ല അപ്പൻ. ഞാൻ മെല്ലെ ഒന്ന് മയങ്ങി. അപ്പൻ മെല്ലെ കുളിച്ചു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എൻ്റെ റൂമിലെത്തി, ലൈറ്റ് ഇട്ടു. എന്നെ വിളിച്ചു. ഞാൻ എഴുന്നേറ്റു. എന്നോട് ചോദിച്ചു, എടാ കുരിശ് വരച്ചോ? അമ്മ അല്പം മുൻപ് പറയുന്നത് ഞാൻ കേട്ടതാണ്. കുരിശ് വരച്ചിട്ടില്ല ഇളയ മകൻ. നുണ പറഞ്ഞാൽ തല്ലിൻ്റെ എണ്ണം കൂടുള്ളൂ. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, ഇല്ലപ്പാ, ഞാൻ കുരിശ് വരച്ചില്ല. അപ്പൻ വളരെ ശാന്തനായിട്ട് എന്നോട് പറഞ്ഞു, സാരമില്ല മക്കളെ. അപ്പം ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞത് അപ്പം കേട്ടില്ലേ? കാരണം കുരിശ് വരച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ശാന്തമായിട്ട് എന്നോട് മറുപടി പറയണം അപ്പൻ. എന്നിട്ട് അപ്പൻ കയ്യിൽ കരുതിയിരുന്ന കൊന്തയെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, മക്കളെ കൊന്തയിലേക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അത്ഭുതത്തോടെ അപ്പനെ നോക്കുക. അപ്പം രാത്രി 10-11 മണിയാകാറായി. ഇപ്പം കൊന്ത ചെല്ലണോ? അപ്പൻ ഇങ്ങനെ പറഞ്ഞു, മക്കളെ പരിശുദ്ധ അമ്മ ഉറങ്ങിയിട്ടില്ല, നീ കൊന്ത ചെല്ലിക്കോ. പ്രിയമുള്ളവരെ, ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങിയാണ്. +1 പഠിക്കണം ഞാനാണെന്ന് ഓർക്കണം. കൊന്ത ചെല്ലാനായിട്ട് തുടങ്ങുന്നു. അപ്പനും അമ്മയും അടുക്കള ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പം വീട്ടിലെ കൊന്ത ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ 2 രഹസ്യം മുട്ടുകുത്തി, 3-4 ഇരിക്കാം. 5-ാമത്തെ രഹസ്യം ലുത്തിനെയും മുട്ടുകുത്തി. ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങിയപ്പോൾ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അപ്പൻ പറഞ്ഞു, മക്കളെ പ്രാർത്ഥിക്കുന്നത് എനിക്കിവിടെ കേൾക്കണം. പ്രിയമുള്ളവരെ, അന്നിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം. അപ്പൻ രാവിലെ വീട്ടിൽ നിന്ന് പോയതാ, കുരിശുവരയുടെ നേരത്ത് വന്നിട്ടില്ല. രാത്രി 11 മണിക്കാണ് വന്നത്. അപ്പൻ കൊന്ത ചൊല്ലിയോ ഇല്ലയോ? അല്ലേ? തികച്ചും ന്യായമായ ഒരു ചോദ്യമാണ് മനസ്സിൽ. അന്നും ചോദിച്ചിട്ടില്ല, ഇന്നും ചോദിക്കാനായിട്ട് പേടിയ. കാരണം അപ്പന് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഈ അപ്പനും അമ്മയും പഠിപ്പിച്ച പാഠങ്ങളാണ്. കൊന്ത ചൊല്ലണം, ജപമാല ചൊല്ലണം. ഇന്നും ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ രാത്രിയിൽ താമസിച്ച് വന്നാൽ പോലും കിടക്കുമ്പോഴാണെങ്കിലും ഒരു ജപമാലയൊക്കെ ചൊല്ലിയിട്ടേ കിടക്കുകയുള്ളൂ. കാരണം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൻ്റെയും അമ്മയുടെയും ഏറ്റവും നല്ല ഒരു ഉപദേശമായിട്ട് ഞാൻ ഇന്നും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. കാരണം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ, അത് നിൻ്റെ കഴുത്തിൽ ധരിച്ചോ, അത് നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചോ, നീ നടക്കുമ്പോൾ നിനക്കത് സംരക്ഷണമായിരിക്കും. കിടക്കുമ്പോൾ നിനക്കത് കോട്ടയായിരിക്കും. ഉണരുമ്പോൾ നിനക്ക് ഉപദേശം നൽകും. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള കുഞ്ഞുമക്കളെ ഓർത്തേക്കണം, എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാത്ത ഒരു ദിനം പോലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം ആത്മീയ ജീവിത യാത്രയിൽ ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ ആത്മാവിന് നമ്മൾ നൽകുന്ന ഭക്ഷണം ആത്മീയ ഭക്ഷണമാണ് ജപമാല. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വചനങ്ങൾ ഏറ്റുപറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ വലിയ അഭിഷേകം ഈശോയുടെ ജീവിതത്തിലൂടെ, രക്ഷാകര ജീവിതത്തിലൂടെ നമ്മൾ ഈ യാത്ര ചെയ്യുകയാണ്. അതിനാൽ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് കരുത്ത് നൽകും. ഭയത്തിൽ നിന്ന്, പേടിയിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു മോചനം നൽകുന്ന വലിയൊരു ആത്മീയ പ്രാർത്ഥനയാണ് ജപമാല എന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കമൊക്കെ വരുന്നില്ലേ? ജപമാലയൊക്കെ ചൊല്ലി കിടന്നു ഒരു മുഴുവൻ കൊന്ത ചെല്ലുന്നതിന് മുൻപ് ഉറങ്ങിപ്പോക്കോളും. പലരും പറയാറുണ്ട്, അച്ഛാ രാത്രിയിൽ ഉറക്കമൊന്നും കിട്ടണില്ല, ഒരു കൊന്തയൊക്കെ ചെല്ലിയങ്ങ് കിടന്നോ, നല്ലൊരു ഉറക്ക ഗുളികയായിട്ട് അത് മാറിക്കോളും. കാരണം പരിശുദ്ധ അമ്മ ഈശോയുടെ പക്കലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളും അസ്വസ്ഥതകളും ഒക്കെ മാറും. പ്രിയമുള്ളവർ, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഒരു മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു അഭിഷേകമാണ്. പ്രത്യേകിച്ച് മുഴുവൻ ജപമാല എന്ന് പറയുമ്പോൾ 4 ദിവ്യരഹസ്യങ്ങളുണ്ട്. ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രിയമുള്ളവർ, അത് വലിയൊരു കരുത്താട്ടോ, ഒരു അഭിഷേകമാണ്. 4 രഹസ്യങ്ങൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരല്പസമയം എടുക്കും. എങ്കിൽ പോലും ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒറ്റ ഇരുപ്പിന് ചൊല്ലി തീർക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പല കർത്തവ്യങ്ങളുണ്ടല്ലോ, പല ജോലി മേഖലകളുണ്ടല്ലോ. രാത്രി കിടക്കുന്നതിന് മുൻപ്, രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം പല ജീവിത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 10 നന്മ നിറഞ്ഞ മറിയം. ഒരു യാത്രയ്ക്ക് പോവുകയാണ്, നടന്നു പോകുമ്പോൾ ഒരു 10 നന്മ നിറഞ്ഞ മറിയം. അതിന് നിയോഗങ്ങൾ, നിങ്ങളുടെ കൺമുൻപിൽ കാണുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നിയോഗങ്ങളായിട്ട് നമുക്കതെല്ലാം സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മളൊന്ന് ഒരു മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ ദിവസം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് ഈശോ മാറ്റും. കാരണം ഈശോയുടെ രക്ഷാകര
അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമുക്കിന്ന് നമ്മുടെ നിയോഗമായിട്ട് ഈ 22-ാം ദിനത്തിൽ നമ്മൾ നിയോഗമായിട്ട് സമർപ്പിക്കുന്നത് ഒരു മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കുകയാണ്. നമ്മൾ ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന അല്ലെ ഒരു കൊന്ത പോലും പൂർത്തിയാക്കി ചെല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഒരു ജപമാലയെങ്കിലും ഒരു രഹസ്യമെങ്കിലും പൂർണ്ണമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മുഴുവൻ കൊന്തയ്ക്ക് വേണ്ടിയിട്ടാണ്, 4 രഹസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് പരിശ്രമിച്ച് നോക്കാം. അതൊരു നിയോഗമായിട്ട് നമുക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഒരു മുഴുവൻ ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഈശോ അനുഗ്രഹിക്കണമേ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊന്ന് പരിശ്രമിക്കുകയാണ്. ഇന്നൊരു ജപമാല ചൊല്ലി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്നത്തെ പ്രവൃത്തി അതാണ്. ഇന്ന് ഒരു മുഴുവൻ ജപമാല, ഒരു രഹസ്യം. ഇപ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യമാണെങ്കിൽ സന്തോഷത്തിൻ്റെ രഹസ്യം നമുക്ക് ആരംഭിക്കാം. സന്തോഷത്തിൻ്റെ രഹസ്യം ഒന്ന് ചൊല്ലി അത് പൂർത്തീകരിച്ച്, സമയമുണ്ടെങ്കിൽ ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലി, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി, മഹിമയുടെ രഹസ്യങ്ങൾ ചൊല്ലി ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ഓർഡർ സന്തോഷം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, വീണ്ടും ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നാമത്തെ രഹസ്യം സന്തോഷത്തിൻ്റെ രഹസ്യം ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. പക്ഷെ നമ്മളെ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും. മെല്ലെ മെല്ലെ എല്ലാ ദിവസവും ഒരു മുഴുവൻ കൊന്ത ചെല്ലുന്ന ഒരു വലിയ ആത്മീയ ശീലത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വലിയൊരു സംരക്ഷണമാണ്, ഒരായുധമാണ്, പടച്ചട്ടയാണത്. നമുക്ക് ധരിക്കാം, കഴുത്തിലണിയാം, ഹൃദയത്തിൽ സൂക്ഷിക്കാം, കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, സ്വർഗം ഞങ്ങൾക്ക് സമ്മാനമായിട്ട് അമ്മയെ നൽകിയപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ പൂർവികരിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഒരു മുഴുവൻ കൊന്ത ചൊല്ലുമ്പോൾ ഈശോയുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ വചനങ്ങളാണ് ഏറ്റുപറയുന്നത്. ഈ ഒരു ബോധ്യത്തിലൂടെ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, അതുവഴി ദൈവമക്കളായി എന്നും ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമാ വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമാ വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. രോഗമാണെനിക്കു നാഥ സൗഖ്യമേകു നീ, പാപമെന്നിൽ വാണിടുന്നു മോചനമേകൂ. രോഗമാണെനിക്കു നാഥ സൗഖ്യമേകു നീ, പാപമെന്നിൽ വാണിടുന്നു മോചനമേകൂ. അന്ധകാരമാണെനിക്കു ചുറ്റും ദൈവമേ, ബന്ധനത്തിൽ നിന്നെനിക്കു രക്ഷയേകണേ. അന്ധകാരമാണെനിക്കു ചുറ്റും
ചുറ്റും ദൈവമേ, ബന്ധനത്തിൽ നിന്നെനിക്കു രക്ഷയേകണേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. എല്ലാവരും ചേർന്നൊരിക്കൽ കൂടി യേശുവേ ഉയർത്തിയെന്ന് പാടിക്കേ. വരേണമേ, സ്വയം നോക്കിക്കൊണ്ട് രക്ഷകാ വരേണമേ, ആഗ്രഹത്തോടെ പാലകാ പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. പ്രാർത്ഥനയോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ അഭിഷേകത്തോടെ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാൻ യേശുവേ നീ കടന്നു വരണം. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പാടിയിരടികൾ നമുക്കറിയാവുന്ന വരികളാണ്. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. ഒരിക്കൽ കൂടി ചേർന്ന് എല്ലാവരും ഒന്ന് പാടിക്കുകയും യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, നോക്കിക്കൊണ്ട് പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹത്തിന് നിറവ് ലഭിക്കുവാൻ ആഗ്രഹിച്ച യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. ഇരുകരങ്ങളും കുപ്പിപ്പിടിച്ച് ദിവികാരണീശോ എന്ന് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ നിറവുണ്ടാകുവാൻ ഇവിടേക്ക് ഞങ്ങൾക്ക് അയച്ചു വന്നിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഒത്തിരി പേര് കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വലിയ ഒരു അസ്വസ്ഥത, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ തകർച്ചകൾ നേരിടുന്നതിൻ്റെ വലിയ നൊമ്പരം, കുടുംബത്തിൽ ഒരു ഐക്യമില്ല, സ്നേഹമില്ല, ഒരു സന്തോഷമില്ല, ഒരാനന്ദമോ സംതൃപ്തിയും ഒന്നും അനുഭവിക്കുവാനായിട്ട് പറ്റുന്നില്ല. കർത്താവ് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവെ എല്ലാ ഭവനങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ യേശുവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലും ദൈവ സ്നേഹത്തിൻ്റെ വലിയൊരു നിറവുണ്ടാകുവാൻ, ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഐക്യമുണ്ടാകുവാൻ, സ്നേഹമുണ്ടാകുവാനായിട്ട് കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ രാജാവായിട്ട് എഴുന്നള്ളി വരണമേ. അപ്പസ്തോല പ്രവർത്തനം 16:31 തിരുവചനത്തിൻ്റെ അഭിഷേകം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബങ്ങൾ ദൈവസ്നേഹ ചൈതന്യത്തിൽ, ദാമ്പത്യ ബന്ധങ്ങൾ, മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ ദൈവസ്നേഹ ചൈതന്യത്തിൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടിക്കേ. യേശുവേ വരേണമേ, യേശുവേ വരേണമേ, ചേർന്ന് പാടിക്കേ. യേശുവേ നോക്കി, രക്ഷകാ വരേണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ നിറവിനായി, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിച്ച് യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ട് ദിവികാരുണ്യ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവരും സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ രോഗത്താൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ,
ഞങ്ങളുടെ ഭവനങ്ങളിലെ വിട്ടുമാറാത്ത മാരക രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്നവർ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളിൽ ഒത്തിരി പേര് പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന നിയോഗങ്ങളുണ്ട്. പല രോഗങ്ങൾ കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ രോഗമേഖലകളെയും ശിരസ് മുതൽ ഉള്ളംകാല് വരെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കുന്നു. രോഗി ശുശ്രൂഷയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചികിത്സയ്ക്ക് പോകാൻ പറ്റാത്ത കുടുംബാംഗങ്ങളൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ സൗഖ്യത്തിൻ്റെ വലിയൊരു അനുഭവം, മരുന്നോ ലേപന ഔഷധവുമല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത്. കർത്താവെ, ദിവികാരുണ്യ ഈശോയെ, നിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവം ഞങ്ങളിലേക്ക് പകർന്നു നൽകണമേ. എല്ലാ രോഗമേഖലകളെ, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ രോഗങ്ങളെ സമർപ്പിച്ച് കർത്താവെ സൗഖ്യമായി വരയണമേ. ചേർന്ന് നമുക്ക് പാടാം, യേശുവേ വരയണമേ. യേശുവേ വരേണമേ. ആഗ്രഹത്തോടെ രക്ഷകാ വരേണമേ. വിളിച്ച് പ്രാർത്ഥിച്ചേ. പാലകാ വിമോചകാ സൗഖ്യമായി വരേണമേ. എല്ലാ രോഗമേഖലകളിലും കർത്താവിന്റെ സൗഖ്യത്തിന്റെ ഒരു വലിയ അഭിഷേകം. യേശുവേ വരേണമേ. ആവർത്തിച്ച് പാടട്ടെ എല്ലാവരും. രക്ഷകാ വരേണമേ. പാലകാ എല്ലാ രോഗമേഖലകളിലും വിമോചകാ സൗഖ്യമായി വരേണമേ. ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം, വലിയൊരു ജ്ഞാനത്തിൻ്റെ നിറവ്. പരിശുദ്ധാത്മാവ് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവ്, ജ്ഞാനത്തിൻ്റെ നിറവ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കൾ, വിവിധ പരീക്ഷകൾ എഴുതുന്നവർ ഒക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. കർത്താവെ, ഇത് വികാരുണ്യ ആരാധനയിൽ പ്രത്യേകമായിട്ട് എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം വളർന്നതുപോലെ അമ്മ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കുഞ്ഞു മക്കൾ മുതൽ മുതിർന്നവരെല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കള് വീട്ടിൽ നിന്നും വിദൂരങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്തേ. അവർ പഠിക്കുന്ന സ്ഥലം, ആ ചുറ്റുപാട്, ഈ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളൊന്ന് ഓർത്തോ. അവരുടെ ചില ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, ഓർത്തോ. സമർപ്പിച്ചേ. എവിടെയായിരുന്നാലും നമ്മുടെ മക്കൾ ജ്ഞാനമുള്ളവരാകുവാൻ, ദൈവീക ജ്ഞാനം, നിനക്ക് ജ്ഞാനവും അറിവും നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു. കർത്താവേ, ജ്ഞാനത്തിൻ്റെ വലിയൊരു നിറവ് ഞങ്ങളുടെ എല്ലാ മക്കൾക്കും അവരുടെ പഠന മേഖലയിൽ ഉന്നത വിജയം, പഠന മേഖലയോടൊപ്പം ജീവിതത്തിൽ മൂല്യങ്ങളിൽ വളരുവാനായിട്ട് ഞങ്ങളുടെ എല്ലാ മക്കളിലേക്കും ജ്ഞാനം പകരണമേ. ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും ജ്ഞാനം പകരണമേ. കരങ്ങൾ നീട്ടി ചേർന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി. യേശുവേ വരേണമേ. എല്ലാവരും പാടി പ്രാർത്ഥിച്ചേ. രക്ഷകാ വരേണമേ. പാലകാ വിമോചകാ ജ്ഞാനമായി വരേണമേ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി സ്വരമുയർത്തി യേശുവേ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച വരേണമേ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് രക്ഷകാ എല്ലാ കുഞ്ഞുങ്ങളും വരേണമേ. ഭവനങ്ങളിലും വിദേശങ്ങളിലും ആയിരിക്കുന്നവര്, പാലകാ പഠിക്കുന്നിടങ്ങളിലെ ദൈവകൃപ, വിമോചകാ ഈശോയെ ജ്ഞാനമായി വരേണമേ. ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ചു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമായിട്ടുള്ളത്? നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്കാണോ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവ് കൂടുതൽ ആവശ്യമുള്ളത്, ആ മേഖല ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചു. ഈശോയെ, ഇന്ന മേഖലകളിൽ നിന്റെ വലിയൊരു അഭിഷേകം നീ പകർന്നു നൽകണമേ. കർത്താവെ, പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവികാരുണ്യ ആരാധനയുടെ മുൻപിൽ കണ്ണുനീരോടെ കുടുംബങ്ങളിലായിരുന്നു കൊണ്ട്, ജോലി മേഖലയിലായിരുന്നു കൊണ്ട്,
വിദേശങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവെ, ഓൺലൈനിലൂടെയൊക്കെ ഒരുപക്ഷെ ടി വിയുടെ മുൻപിലാകാം, ഒരു കൊച്ചു ഫോണിൻ്റെ മുൻപിലാകാം. കർത്താവെ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിൻ്റെ പ്രിയ മക്കളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവെ, സമസ്ത മേഖലകളിൽ നിൻ്റെ നിറഞ്ഞ സാന്നിധ്യം സ്നേഹമായി, സൗഖ്യമായി, ആനന്ദമായി, ജ്ഞാനമായി, അറിവായി കർത്താവെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഒരിക്കൽ കൂടി യേശുവേ വരയണമേ, സ്നേഹമായി ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടട്ടെ. യേശുവേ വരേണമേ, സ്വരം ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചേ. രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. ശാന്തമായി കരങ്ങൾ കൊപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കരുത്തു പകരുന്ന സാന്നിധ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കുപ്പി ഷടസന്നതിയിലായിരിക്കുക. പ്രിയമുള്ളവരെ, വിമല സങ്കേത ശുശ്രൂഷയുടെ 22-ാം ദിനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിച്ച നിയോഗങ്ങളുണ്ട്. വചനത്തിലൂടെ നമ്മൾ കേട്ടു സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കുകയും അരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചു കൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. എത്ര അഭിഷേകമുള്ള ശക്തമായ തമ്പുരാൻ്റെ ഒരു വചനമാണ്. മാതാപിതാക്കളുടെ ഉപദേശം ഈ ദിവികാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പനും അമ്മയും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം, മക്കളെ, എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും കൊന്തയില്ലേ പ്രാർത്ഥിക്കണം കേട്ടോ. മാതാവിനെ കൂട്ടുപിടിച്ചേക്കണം. കാരണം അമ്മ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനയാണല്ലോ. ആ പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം എന്ന് പറയുന്നത് ഈശോയുടെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ കണ്ടു, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടു വചനം, ഏതെല്ലാം വചനങ്ങളാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അത് വലിയൊരു സംരക്ഷണമാണ്. വിശുദ്ധരൊക്കെ പറയും, വിശുദ്ധ ഭദ്രപ്പിയോ ജപമാല ഒരു പടച്ചട്ടയാണ്, ഇതൊരായുധമാണ്. തിന്മയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന തമ്പുരാന്റെ വലിയൊരു അഭിഷേകം തുളുമ്പുന്ന ആയുധമായിട്ട് നമുക്കതിനെ കാണാം. കർത്താവേ, ദിവികാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ഇന്ന ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, ജപമാല ഭക്തിയിൽ വളരുമ്പോൾ ഈശോയെ നിന്നോട് ഞങ്ങൾ കൂടുതൽ അടുക്കുമല്ലോ എന്നും ഈ ഒരു പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ, ഒരു മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും, കർത്താവേ, നിന്നോട് ചേർന്നിരിക്കുന്ന ഈ സമയങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാതെ എന്ന് നിന്റെ കൃപയിൽ ജീവിക്കുവാൻ, കഴുത്തിൽ അണിയുമ്പോൾ ഒരാഭരണവും കയ്യിലെടുക്കുമ്പോൾ ഒരു ആയുധവുമായ ഈ ജപമാല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് കരുത്ത് നൽകുന്നുണ്ടല്ലോ. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ദിവികാരുണ്യ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കണം, അതുപോലെ പരിശുദ്ധ അമ്മയോടും ചേർന്ന് നിൽക്കണം. കാരണം പരിശുദ്ധ അമ്മ ഈ ദിവ്യ കാരുണ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി വിമല സങ്കേത ശുശ്രൂഷയുടെ 3-ാം ഘട്ടത്തിൽ നമ്മൾ ആത്മീയ ജീവിതത്തിൽ അല്പം കൂടി അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിനാൽ നിറയപ്പെടുന്ന ജീവിതം, യേശുവിനോട് ചേർന്നുള്ള ജീവിതം,
പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് നിന്നതുപോലെ, ദൈവഹിതത്തോട് ചേർന്ന് നിന്നതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും ദൈവഹിതത്തിൻ്റെ നിറവിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകമാണ്. കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരാകും, കരുത്തുള്ളവരാകും, ബലമുള്ളവരാകും, അഭിഷേകമുള്ളവരാകും. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെല്ലാവരെയും പൂരിതരാക്കണമേ. നമുക്കറിയാവുന്ന ഒരു പഴയ ഗാനത്തിൻ്റെ ഇരടികളാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം തുളുമ്പുന്ന ഈ വരികൾ. നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് കരങ്ങളൊക്കെ ഒന്ന് മടിയിൽ തുറന്നു വെച്ച് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ഒന്ന് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാവരും അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. 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 പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ, വരങ്ങളാൽ, ദാനങ്ങളാൽ നമ്മൾ നിറയപ്പെടും. ആത്മാവിൻ്റെ അഭിഷേകം നമ്മളെ പുതു സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തും. ആത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, കരുത്ത് നൽകണമേ. ചേർന്ന് പാടുന്നു. കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. 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 പിന്മഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്ലീഹന്മാരിൽ ഇറങ്ങി വന്ന അതേ അനുഭവം, ആദ്യ നൂറ്റാണ്ടിലെ അഭിഷേകം തുളുമ്പുന്ന കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, പങ്കുവെപ്പിൻ്റെ വലിയൊരു നിറവിലേക്ക് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള വരികൾ നമുക്ക് ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം, ആത്മാവിനാൽ നിറയപ്പെടാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിൽ എന്നപ്പോൾ ആത്മാവേ അധിക ബലം തരണേ. എല്ലാവരും ആദിയിലെന്ന
സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആവർത്തിച്ച് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഒരിക്കൽ കൂടി ചേർന്ന് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിന് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കുടുംബങ്ങൾ ഒന്നിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ. കുടുംബങ്ങളെല്ലാവരും ആരാധന. ഹല്ലേലൂയ 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 കരങ്ങൾ കൂപ്പി കണ്ണുകൾ ഒരു നിമിഷം അടച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുക. ഒപ്പം പ്രത്യേകമായിട്ട് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗം നമ്മൾ ക്ലാസ്സുകളിലൂടെയും ആരാധനയുടെ സമയത്തും കണ്ടു. ഈശോയോട് നമ്മളെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായി നമ്മളോട് ആവശ്യപ്പെടുകയും ഒരു മുഴുവൻ കൊന്ത എല്ലാ ദിവസവും ചെല്ലുവാനുള്ള ഒരാഗ്രഹം നമ്മളിലുണ്ടാകട്ടെ. ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തിന്മയിൽ നിന്നും വലിയൊരു സംരക്ഷണമായിട്ട് അത് മാറും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വലിയ നിറവ്, വലിയൊരു അഭിഷേകം ഉണ്ടാകും. ഒരു നിയോഗം നമ്മുടെ മനസ്സിലോർക്കൊപ്പം നമ്മളോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്ന ഒരു കുഞ്ഞ്, ജോലി തടസ്സങ്ങളുണ്ട്, പഠനത്തിനായിട്ട് പോയിരിക്കുന്നു, പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടില്ല, അതിൻ്റെ തടസ്സങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്, ഒത്തിരി നാളുകളായി വിൽപ്പന നടക്കുന്നില്ല, അതുമൂലമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്. 11 വർഷത്തെ വിവാഹ ജീവിതം, ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറി കുഞ്ഞുങ്ങളെ ലഭിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. PSC പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ ഒരു ഇടപെടൽ, അവർക്ക് ഒന്നിൻ്റെ 2 നിനക്ക് മുൻപ് ദൂതരയച്ച് നിൻ്റെ വഴികളൊരുക്കും. എല്ലാ തടസ്സങ്ങളും മാറിപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ, അതിൻ്റെ തടസ്സങ്ങൾ മാറി ക്രമീകരിക്കപ്പെടുവാനായിട്ടൊരു പ്രാർത്ഥന നിയോഗം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ഒപ്പം വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി, ശാരീരിക രോഗമേഖലകളിൽ ഒരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയമുള്ളവർ, ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങളുണ്ട്. നിങ്ങൾ അയച്ചു തന്നതും ഇനി അയച്ചു തരുന്നതുമായ നിയോഗങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിയോഗം അയച്ചു തരാട്ടോ. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാം പറയാൻ സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ്, നിങ്ങൾക്കറിയാമല്ലോ. കരങ്ങൾക്കൊപ്പം കണ്ണുകൾ അടയ്ക്കാം. എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറയപ്പെടുക. നിങ്ങളുടെ കുടുംബം മുഴുവൻ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ജീവിതത്തിന് ഉടമകളാവുക. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മുട്ടിന്മേലായിരുന്ന തമ്പുരാൻ്റെ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. എല്ലാ ദിവസവും മുഴുവൻ ജപമാല ചൊല്ലുവാനുള്ള കൃപ ലഭിക്കുന്നതിനായി ഇന്ന് സന്തോഷത്തിന്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.